ചൈന യാത്രയിൽ എൻ്റെ മൂന്നാമത്തെ ദിവസം ഞാനിപ്പോൾ ഉള്ള ചൈനയിലെ ബീജിങ്ങിലാണ്. ഇന്ന് നമ്മളിവിടെ കാണാൻ പോണത് ലോക പ്രശസ്തമായിട്ടുള്ള ടെമ്പിൾ ഓഫ് ഹെവൻ, സമ്മർ പാലസ്, അതുപോലെ ഒളിമ്പിക് സ്റ്റേഡിയം, ഇങ്ങനെ 3 പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇന്ന് കാണാൻ പോണത്. അപ്പോൾ പുതിയ കാഴ്ചയിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. ടെമ്പിൾ ഓഫ് ഹെവൻ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ചൈനയിലെ ഏറ്റവും പ്രശസ്തമായ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ്. ഇതിനോടനുബന്ധമായിട്ട് ഇതിന് ചുറ്റും ഒരുപാട് ക്ഷേത്രങ്ങളും അതുപോലെ നല്ല ഉദ്യാനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചൈനയിലെ പുരാതന ചക്രവർത്തിമാർ സ്വർഗ്ഗദേവനോട് പ്രാർത്ഥിക്കാനും അതുപോലെ നല്ല വിളവുകൾ ലഭിക്കാനും രാജ്യത്തിൻ്റെ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്താനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വലിയ ആരാധന സമുച്ചയമാണ് ഈ ടെമ്പിൾ ഓഫ് ഹെവൻ എന്ന് പറയുന്നത്. നമ്മുടെ ടൂർ ഗൈഡ് മൈക്കിൾ അതൊക്കെ വിശദമായിട്ട് തന്നെ ഞങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. ഇത് ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. 15ാം നൂറ്റാണ്ടിലെ മിങ് രാജവംശത്തിൽപ്പെട്ട ചക്രവർത്തിമാരായിരുന്നു ഇതിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയാക്കിയത്. മൂന്ന് നിലകളിലായിട്ട് നീല നിറത്തിൽ വൃത്താകൃതിയിലാണ് ഇതിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുള്ളത്. നീല നിറം എന്ന് പറഞ്ഞാൽ ആകാശത്തെയും സ്വർഗത്തെയും ഒക്കെ പ്രതിനിധീകരിക്കുന്നെന്നാണ് ചൈനീസ് വിശ്വാസം. അങ്ങനെ ടെമ്പിൾ ഓഫ് ഹെവനൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബീജിംഗ് നാഷണൽ സ്റ്റേഡിയം കാണാനാണ്. ഇതിന് മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, പക്ഷിക്കൂട് അതല്ലെങ്കിൽ ബേഡ്സ് നെസ്റ്റ് എന്ന പേരിലും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ സ്റ്റീൽ കൊണ്ട് ഒരു വൃത്താകൃതിയിൽ ഒരു പക്ഷിക്കൂടിൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ബേഡ്സ് നെസ്റ്റ് എന്ന പേരിലും ഈ സ്റ്റേഡിയം അറിയപ്പെടാൻ കാരണം. ചൈനയിലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭൂരിഭാഗം സ്ഥലങ്ങളും വളരെ വൃത്തിയോടും ഭംഗിയോടും കൂടിയിട്ടാണ് എപ്പോഴും കിടക്കുന്നത് കാണാൻ പറ്റുന്നത്. പക്ഷെ അവിടെയൊന്നും ജോലിക്കാരെ നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതൊക്കെ. 2008 ബീജിങ്ങിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് ഗെയിമിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ പണി നടന്നത്. ഇവിടെ വെച്ച് തന്നെ ആയിരുന്നു ഇതിൻ്റെ ഓപ്പണിംഗ് സെറമണിയും ക്ലോസിംഗ് സെറമണിയും ഒക്കെ നടന്നിരുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോയത് ബീജിങ്ങിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സമ്മർ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. അന്നത്തെ രാജാക്കന്മാരും അവരുടെ കുടുംബാംഗങ്ങളും വേനൽക്കാലത്തൊക്കെ വിശ്രമത്തിനായിട്ട് വന്നിരുന്നൊരു സ്ഥലം കൂടിയാണിത്. മനോഹരമായ കൊട്ടാരങ്ങളും പൂന്തോട്ടവും തടാകവും അതുപോലെ മലനിരകളും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ സമ്മർ പാലസ്. ഈ പാലസിൻ്റെ താഴ്വാരത്ത് കൂടെ ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകി നടക്കുന്ന കുൻമിങ് എന്ന് പറഞ്ഞ ഈ തടാകവും ഇതിൻ്റെ പരിസരത്ത് തന്നെ മലമുകളിലായിട്ടൊക്കെ സ്ഥിതി ചെയ്യുന്ന ചൈനീസ് പരമ്പരാഗത രീതിയിലുള്ള ഈ കെട്ടിടങ്ങളും പഗോഡകളൊക്കെയാണ് ഈ പ്രദേശത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നത്. ഈ സമ്മർ പാലസിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ലോങ് കോറിഡോർ, ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ളൊരു വരാന്ത കൂടിയാണത്. 728 മീറ്ററാണ് ഈ വരാന്തയുടെ നീളം എന്ന് പറയുന്നത്. ഇവിടുത്തെ പുരാണ കഥകളും അതുപോലെ ചരിത്ര സംഭവങ്ങളൊക്കെ ഈ വരാന്തയിലുടനീളം പെയിൻറ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് പെയിൻറ്റഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ വരാന്ത എന്നുള്ള ലോക റെക്കോർഡ് നേടാൻ കാരണം.
അന്ന് രാജകുടുംബത്തിലുണ്ടായിരുന്നവർക്ക് മഴയും വെയിലൊന്നും കൊള്ളാണ്ട് ഈ തടാകത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി മാത്രമാണ് പ്രധാനമായിട്ടും ഈ വരാന്ത ഉപയോഗിച്ചിരുന്നത്. ബീജിങ്ങിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ സമ്മർ പാലസ് എന്ന് പറയുന്നത്. ഏകദേശം 2 കോടിയിലധികം ജനങ്ങളാണ് ഇവിടെ ഒരു വർഷത്തിൽ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മർ പാലസും അതിന് ചുറ്റുപാടുമുള്ള ഈ ഗാർഡനും അതുപോലെ മലനിരകളും ഈ തടാകവും എല്ലാം കണ്ടുകൊണ്ട് ഒരു ബോട്ട് യാത്ര, അത് മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. ഇത് ഏകദേശം 740 ഏക്കറിലാണ് ഇതെല്ലാം വ്യാപിച്ചു കിടക്കുന്നത്. നാളെ ഉച്ചയോട് കൂടിയിട്ട് ഞങ്ങൾ ഈ ബീജിങ്ങിനോട് വിട പറയുകയാണ്. നാളെ മറ്റൊരു സിറ്റിയിലേക്കാണ് ഞങ്ങൾ യാത്ര പോണത്. ഇവിടെ നിന്ന് 1300 കിലോമീറ്റർ അകലെയുള്ള ഷിയാൻ എന്ന് പറഞ്ഞൊരു സിറ്റിയിലോട്ടാണ് ഞങ്ങൾ നാളെ പോണത്. അത് ബുള്ളറ്റ് ട്രെയിൻ വഴിയാണ് ഞങ്ങൾ പോണത്. അതിലെ കാഴ്ചകളും മറ്റു വീഡിയോകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.